പ്രിയനി പി കെ ശ്രീമതിക്ക് പണി കിട്ടിയിരിക്കുകയാണ്. അവിടെ നിന്ന് AKG സെൻറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ എന്ന രീതിയിലൊക്കെയാണ് പല വാർത്തകളൊക്കെ വരുന്നത്. പി കെ ശ്രീമതിയെ പോലെ ഒരു മുതിർന്ന വനിതാ നേതാവിനൊക്കെ ഈ അവസ്ഥ വന്നിരിക്കുകയാണ്. പിണറായി വിജയൻ്റെ ഏകാധിപത്യം എല്ലാവരെയും പാർട്ടി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ കാൽ കീഴിലാക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ ചെന്ന് നിൽക്കും? സംശയമൊന്നുമില്ല. നാശം എന്ന് പറയുന്നത് ഏതൊരു വസ്തുവും നാശത്തിലേക്ക് പോകണം, എല്ലാം നശിക്കാനുള്ളതാണ്. അതാണ് പ്രകൃതിയുടെ നിയമം. CPM-നും ആ നാശം, അനിവാര്യമായ ആ ദുർവിധി അധികം വൈകാതെ ഉണ്ടാകും. അത് പിണറായി വിജയൻ്റെ കാലശേഷം CPM എന്നുള്ളൊരു പാർട്ടി ദ്വാരകയിൽ കൃഷ്ണവംശം എങ്ങനെ നശിച്ചോ അതുപോലെ നശിക്കാൻ പോവുകയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് കണക്കാക്കേണ്ടത് ചടയൻ ഗോവിന്ദൻ എന്ന് പറയുന്ന CPM-ൻ്റെ ഒരു വലിയ പ്രഭാവം ഉണ്ടായിരുന്ന നേതാവിൻ്റെ വിയോഗത്തോടു കൂടിയാണ് CPM-ൽ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത്. ആ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം 15 കൊല്ലം 15ഓളം കൊല്ലം 15ഓളം കൊല്ലം CPM-ൽ അദ്ദേഹം തുടർന്നു. അന്ന് തുടങ്ങിയ ഒരു സംവിധാനമുണ്ട്. ഒരു ലെനിനിസ്റ്റ് സംഘടനാ തത്വത്തിൽ പ്രവർത്തിക്കുന്ന ഇടത് പാർട്ടി ഒരു സ്റ്റാലിനിസ്റ്റ് രീതിയിലേക്ക് മാറി. പിണറായി വിജയൻ സ്റ്റാലിൻ്റെ സ്വഭാവത്തിലും ഭരണ പാർട്ടിയെ നയിക്കുകയും ഗോർബച്ചേവിൻ്റെ സ്വഭാവത്തിൽ സ്വന്തം കാര്യം നോക്കുകയും ചെയ്തു എന്നുള്ള ഒരു വിമർശനം ഇടതുപക്ഷ നിരീക്ഷകരും ഇടതുപക്ഷ അനുഭാവികളും എല്ലാം ഉന്നയിക്കാറുണ്ട്. അതായത് ആ ഒരു സ്റ്റാലിനിസ്റ്റ് സ്വഭാവമാണ് പിണറായി വിജയനുള്ളത് എന്നുള്ളതാണ്. കൂടെയുള്ളവരെ പോലും വിശ്വാസമില്ല. അന്ന് നമുക്കറിയാം പിണറായി വിജയനോടൊപ്പം തലപ്പൊക്കം ഉണ്ടായിരുന്ന നേതാക്കളാണ് MA ബേബി, തോമസ് ഐസക്, G സുധാകരൻ അടക്കമുള്ള നേതാക്കൾ, ജയരാജന്മാർ. അതുപോലെ തന്നെ അതിലെ P ജയരാജൻ പിണറായിയേക്കാൾ തന്നെ പവർഫുള്ളായിട്ടുള്ള ഒരു നേതാവായിരുന്നു. PK ശ്രീമതിയും അതേ തലപ്പൊക്കം ഉണ്ടായിരുന്നു. എന്നാൽ ഇവരെ എല്ലാം നിഷ്പ്രഭമാക്കി പിണറായി വിജയൻ ഒറ്റയടിക്ക് ഉയർന്നു. എങ്ങനെ? VS-ഉമായിട്ടുള്ള യുദ്ധപ്രഖ്യാപനത്തോടുകൂടി. അതിനുശേഷം എല്ലാവരും പിണറായിക്ക് കീഴിലാണ്. ബാക്കി എല്ലാവരും പിണറായി ഒരു ഭയത്തോടു കൂടിയാണ് ഇവരെല്ലാവരും നോക്കാറുള്ളത്. നമുക്കത് വേദികളിൽ തന്നെ ഇവരെ കാണുമ്പോഴത്തേക്കും ബോഡി ലാംഗ്വേജ്. CPM-നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മുഖ്യമന്ത്രിയേക്കാൾ പവർ പാർട്ടി സെക്രട്ടറിക്കാണ്. നമ്മളത് കണ്ടിട്ടുണ്ട്. ചടയൻ ഗോവിന്ദൻ്റെ കണ്ടിട്ടുണ്ട്, പിണറായി വിജയൻ്റെ കണ്ടിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ ആ പാർട്ടി സെക്രട്ടറി എവിടെ എന്നുള്ള ചോദ്യം അവശേഷിക്കുക. അതായത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് KN ബാലഗോപാലിനെ വെച്ചിട്ടാണ് പാർട്ടി കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത്. KN ബാലഗോപാലാണ് സെക്രട്ടേറിയറ്റിലെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്. അങ്ങനെയായിരുന്നു പാർട്ടി. അതായത് പാർട്ടി അറിയാതെ ഒരു ഫയൽ പോലും ഒപ്പിടാൻ കഴിയില്ല. ഇവിടെ പാർട്ടി അറിയുന്നില്ല, പിണറായി മാത്രം പറഞ്ഞാണ് സകല കാര്യങ്ങളും സർക്കാരിൻ്റെ കാര്യങ്ങൾ നീങ്ങുന്നത്. അവിടുത്തെ ജനറൽ സെക്രട്ടറിയുടെ അതെ, അതായത് എല്ലാവരും പാർട്ടിക്ക് കീഴിലാണ്. ഇപ്പൊ ശ്രീമതിക്ക് സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല. തോമസ് ഐസക്കിനെ, G സുധാകരനെ എല്ലാവരെയും ഒതുക്കിയതുപോലെ PK ശ്രീമതിയെ ഒതുക്കുകയാണ്. P ജയരാജനെ അങ്ങേയറ്റമാക്കി, ഒരു നിലയ്ക്കുമില്ല. പിന്നെ MP ജയരാജൻ കീഴടങ്ങി സാഷ്ടാംഗം പ്രണവിച്ച് വന്നതുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിൽ ഒപ്പം ഇരുത്തിയിട്ടുണ്ട് താഴെ. അതുകൊണ്ടാണ് ദൈവം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. അതെ, പിണറായി ദൈവമാണെന്നുള്ള രീതിയിലൊക്കെയാണ്. ഇവിടെ PK ശ്രീമതിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഘടനാകാര്യം അവരുടെ എങ്ങനെയാണ് CPM-ലെ സംഘടനാകാര്യത്തിൽ PK ശ്രീമതിക്ക് സംഭവിച്ചതെന്ന് പറയും. PK ശ്രീമതി കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ സംസ്ഥാന ഘടകത്തെ പ്രതിനിധീകരിച്ചിട്ടല്ല. അതായത് വർഗ ബഹുജന സംഘടനകളുടെ ഭാഗമായി വർഗ ബഹുജന സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവർക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ അതിൻ്റെ സ്ഥാനം കൊടുക്കുന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ദേശീയ പ്രസിഡൻ്റാണ് PK ശ്രീമതി. ആ സ്ഥാനത്തിനെ പ്രതിനിധീകരിച്ച് മഹിളാ അസോസിയേഷനെ പ്രതിനിധീകരിച്ചാണ് PK ശ്രീമതിയെ കേന്ദ്ര കമ്മിറ്റിയിലെടുത്തത്. അതുകൊണ്ട് തന്നെ 75 വയസ്സ് കഴിഞ്ഞവർക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായി ഇവിടെ പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന കമ്മിറ്റി അടക്കമുള്ള വിവിധ കാര്യങ്ങളിലേക്ക് PK ശ്രീമതിയെ പാർട്ടി ഉൾപ്പെടുത്തിയില്ല. പാർട്ടി ഉൾപ്പെടുത്താനായിട്ട് പിണറായി വിജയൻ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തു. PK ശ്രീമതിയെ പങ്കെടുപ്പിക്കേണ്ടതില്ല, കേന്ദ്ര കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നത് ഇന്ന കാര്യം കൊണ്ടാണെന്നുള്ളത്. പക്ഷേ ഇവിടെ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞു. ശ്രീമതിക്ക് ഒരു കമ്മിറ്റികളിലും പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയായി. ശ്രീമതി കേന്ദ്ര പ്രതികരിച്ച് പ്രവർത്തിച്ചാൽ മതിയെന്ന് അവ്യക്തമായിട്ട്, എന്നാൽ ഇൻഡയറക്റ്റായിട്ട്, നേരിട്ടല്ലാതെ MP ഗോവിന്ദനും പറഞ്ഞിട്ടുണ്ട്. വാർത്ത വെളിയിൽ വന്നു. MP ഗോവിന്ദൻ ചോദിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിൽ പ്രവർത്തിക്കേണ്ടവർ അവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കാൻ ആളില്ലാതാവില്ലേ, ഇവിടെ പ്രവർത്തിക്കാൻ മറ്റാൾക്കാരുണ്ടല്ലോ എന്നുള്ളതാണ് MP ഗോവിന്ദൻ്റെ വാക്ക്. അതായത് വാർത്ത തെറ്റല്ല, PK ശ്രീമതിയെ വെട്ടി എന്നുള്ളത് വാർത്ത സത്യമാണ്. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇവരെല്ലാം കൂടി, ഈ വനിതാ നേതാക്കളെല്ലാം കൂടി എടുത്ത് ഒതുക്കുമെന്ന് പേടിക്കണം. കാരണം KK ശൈലജയെ ഒതുക്കി, CS സുജാതയെ ഒതുക്കി, PK ശ്രീമതിയെ ഒതുക്കുന്നു.
ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അല്പമെങ്കിലും താല്പര്യം TNCയോടാണെന്നാണ് തോന്നുന്നത്. അവര് ഒരുവിധം സ്ഥാനങ്ങളൊക്കെ ലഭിച്ച് നിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റു വനിതാ നേതാക്കളെ ഒന്നും പരിഗണിക്കുന്നുമില്ല. പണ്ട് തോമസ് ഐസക് നേതൃനിരയിലുണ്ടായിരുന്നപ്പോൾ PK ശ്രീമതിയെ പരിഗണിച്ചിരുന്നു. ആ ഒരു സംഘടനാ താല്പര്യം ശ്രീമതിയോട് കാണിച്ചിരുന്നു. പക്ഷേ ഐസക്കിന്റെ ചിന്തകൾ എപ്പോഴും സീമാതീതമാണല്ലോ. അതെ 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 അത് എല്ലായ്പ്പോഴും ഒരിക്കലും ഒതുങ്ങി നിൽക്കുന്നതല്ല. ഐസക് യൂണിവേഴ്സലായിട്ട്, അതായത് നമ്മൾ പറയുന്ന ലോകതലത്തിൽ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ മാത്രമല്ല, യൂണിവേഴ്സലായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. പലപ്പോഴും എനിക്ക് ആ കാര്യത്തിൽ ബഹുമാനമുണ്ട്. നമുക്ക് പ്രതിസന്ധി ഉള്ളപ്പോഴും അദ്ദേഹം ഗിഫ്റ്റിയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ഗിമിക്കുകൾ കാണിക്കുമായിരുന്നു. ഉറപ്പായിട്ടും അങ്ങനെ സർക്കാരിനെ പിടിച്ചു നിർത്തുന്നതിലും സർക്കാരിനെ സംരക്ഷിക്കുന്നതിലും എല്ലാം നിർണായക പങ്ക് വഹിച്ചാണ്. പക്ഷെ ഇന്ന് എവിടെ എന്നുള്ള കാര്യത്തിനകത്ത് വലിയൊരു ചോദ്യമാണ്. ഈ സുധാകരൻ ഇപ്പം പകയെന്നൊക്കെ ഉള്ള കവിതകൾ എഴുതിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ജി സുധാകരൻ ഈ പറയുന്ന ശാന്തസുന്ദരമായ കവിതകൾ എഴുതി രാമായണവും വായിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇത്തരത്തിലേക്ക് ഈ പ്രായമായിരിക്കുന്ന അവസ്ഥയിൽ ഒരു നക്സൽ സ്വഭാവത്തിലേക്ക് മാറ്റുന്നതിൽ പിണറായിക്ക് തീവ്രമായ പങ്കുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ജയരാജൻ ഒതുങ്ങി. ജയരാജൻ ഈ പറയുന്ന അവസ്ഥയിലൊന്നും അല്ല. അദ്ദേഹം നിശബ്ദനായി, ഒന്നിനും കഴിയാത്ത, ആകപ്പാടെ അല്പമെങ്കിലും പ്രകോപനം ഉണ്ടായിരിക്കുന്നത് ജയരാജന്റെ പി ജയരാജന്റെ മകനാണ്. പി ജയരാജൻ അത്ര പോലും ഇല്ല എന്നുള്ളതാണ്. ഒറ്റ പാട്ടിൽ ഒതുക്കപ്പെട്ടവരാണ്. നമ്മൾ ഈ വലിയ ട്രോമ സംഭവിക്കുന്നവർ പിന്നീട് ഒരിക്കലും ഉണർന്നു വരില്ല. അപ്പൊ അതില് ഉദാഹരണമാണ് അദ്ദേഹം അന്നില്ല ആംബുലൻസിലൊക്കെ പോകുന്ന സാഹചര്യം, നിലവിളി ശബ്ദം ഇടുമെന്നും പറഞ്ഞ് പോകുന്ന സാഹചര്യമൊക്കെ. അദ്ദേഹം ഈ വിരൽ പോലും പാർട്ടിക്ക് വേണ്ടി നഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിനെയൊക്കെ ഇങ്ങനെ ഒതുക്കി അവസാനം ഇവർ നമ്മൾ ഈ റാണയൊക്കെ ഈ ഇരുട്ടറയിൽ പാർപ്പിക്കത്തില്ലേ, അതുപോലെ പിണറായി ഓരോരുത്തരെയും ചെയ്യുന്നത്. പിന്നീട് അവർക്ക് കാഴ്ചയുമില്ല, കേൾവിയുമില്ല, എല്ലാത്തിനോടും ഭയമാണ്. ആ രീതിയിൽ ഇരുട്ടറയിലേക്ക് കൊണ്ടിടുകയാണ്. ഇപ്പോൾ നമ്മൾ KK ശൈലജ എടുത്ത് പരിശോധിച്ചാൽ പാർട്ടിയിൽ എന്തുമാത്രം അവർക്ക് ഒരു ആരോഗ്യമന്ത്രി എന്ന നിലയിലും ഒക്കെ അവരുണ്ടാക്കിയ ഒരു മതിപ്പ്, അല്ലെങ്കിൽ ഒരു വനിതാ മുഖ്യമന്ത്രി KR ഗൗരിയമ്മയ്ക്കോ സുശീല ഗോപാലിനോ ഒക്കെ ശേഷം ഉയർന്നു വരേണ്ട ഒരു വനിതാ നേതാവായിരുന്നു. അവരെ ചെയ്ത പണി ആരും പൊറുക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഷാഫി പറമ്പിലിൻ്റെ അവിടെയൊക്കെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ദയനീയമായി പരാജയപ്പെടുത്തി അവരുടെ രാഷ്ട്രീയ ഭാവിയും അവരുടെ കരിയറും ഒക്കെ നശിപ്പിച്ച് ഒന്നുമല്ലാതാക്കി മാറ്റി. അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെയാണ് ഈ മറ്റ് നേതാക്കൾക്കെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഓരോരുത്തരെയും ഓരോ പടുകുഴിയിലേക്ക് എത്തിച്ചു. അപ്പനും താനും സുഭദ്രയും എന്ന് പറയുന്ന ലെവലിലേക്ക് പോയി. മകളും ഞാനും മരുമകനും മാത്രം മതി എന്ന് പറയുന്ന അവസ്ഥയിൽ കൊണ്ടെത്തി. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? യാതൊരു തരത്തിലും നിലനിൽപ്പ് അവശേഷിക്കാത്ത രീതിയിൽ ഈ പാർട്ടി മാറും. രണ്ടാം തലമുറ എന്ന് പറയുന്നത് ഇതിനകത്തില്ല. പിന്നെ മൂന്നാം തലമുറയുടെ കാര്യം പറയണ്ടല്ലോ. മൂന്നാം തലമുറയിൽ വന്നിരിക്കുന്നത് ആർഷോയെ പോലുള്ള ആൾക്കാരാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ എന്ത് ഗതികേടായിരിക്കും ഈ പാർട്ടിക്ക് സംഭവിക്കാൻ പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു യുവനിര വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉദാഹരണം. രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, ഷാഫി പറമ്പിലുണ്ട്, PC വിശ്വനാഥുണ്ട്, VT ബൽറാമുണ്ട്. ഈ നേതൃത്വം, ഈ പറയുന്ന ഈ ഇപ്പം ഉള്ള നേതൃത്വം ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാമെങ്കിൽ കോൺഗ്രസ് രക്ഷപ്പെടുമെന്നുള്ള അവസ്ഥയും ഇപ്പോഴുള്ള നേതൃത്വം പോയി കഴിഞ്ഞാൽ CPM തകർന്നടിയുമെന്നുള്ള ഒരു അവസ്ഥയാണ് നിലവിൽ ഉള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.